നമസ്കാരം, ഞാൻ രാകേഷ് MG. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് ക്ലീനിങ് ആവശ്യമാണോ? ഇങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബഷീർ KEK ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: കാറിൻ്റെ പെട്രോൾ ടാങ്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക? ഇതിനെപ്പറ്റി പറഞ്ഞു തരാമോ? ഇതിനകത്ത് പലരും പല കേസ്, അതായത് വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്ത് ഓരോ അഡിറ്റീവ്സ് ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊന്നും വലിയൊരു പ്രാക്ടിക്കലായിട്ടൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തില്ല. ഏറ്റവും നല്ലത് നമ്മുടെ വാഹനത്തിനകത്ത് പൊടിയോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഫുൾ റേഞ്ച് ഫില്ല് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എല്ലാവർക്കും സാധിക്കത്തില്ലായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒരു 1/4 ടാങ്കെങ്കിലും വാഹനത്തിന് ഫ്യൂവൽ വേണം. അതിലും താഴെ പോകാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വാഹനത്തിൻ്റെ ഫ്യൂവൽ ഫിൽറ്റർ, നമ്മുടെ വാഹനത്തിന് ഓട്ടം കുറവാണെങ്കിൽ പോലും ഫ്യൂവൽ ഫിൽറ്റർ ടൈമിൽ റീപ്ലേസ് ചെയ്തോണം. മിക്ക വാഹനങ്ങൾക്കും 40,000 കിലോമീറ്റർ ആയിരിക്കും പറയുന്നത്. ഈ 40 ആകുമ്പോഴോ അല്ലെങ്കിൽ ആകുന്നതിന് മുമ്പായിട്ടോ ഇനി കിലോമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഫിൽറ്റർ മാറി വിട്ടോണം. സെലീറിയോ പോലുള്ള വാഹനങ്ങൾക്ക് 80,000 കിലോമീറ്റർ, 80,000 കിലോമീറ്ററാണ് പറയുന്നത്. പക്ഷേ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് നമ്മുടെ സെലീറിയോയിൽ ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്താണ് ഫ്യൂവൽ ഫിൽറ്റർ വരുന്നത്. അപ്പം ഫ്യൂവൽ ഫിൽറ്റർ മാറണമെന്നുണ്ടെങ്കിൽ ടാങ്ക് ഇറക്കി ഫ്യൂവൽ പമ്പ് നമുക്ക് ഊരിയെടുത്താൽ മാത്രം ഫ്യൂവലിനകത്ത് വരുന്ന ഫിൽറ്റർ, അല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്കിനകത്ത് വരുന്ന ഫിൽറ്റർ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം: വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഏകദേശം ഒരു 1 lakh കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കും, 1,00,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് ഇറക്കി തന്നെ അത് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്വന്തമായിട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വാഹനം ഷോറൂംസിൽ തന്നെ കൊണ്ടുപോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഫിൽറ്റേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് ഏതായാലും നമ്മുടെ ഫ്യൂവലിനകത്ത് ചെറിയ രീതിക്കുള്ള ഡസ്റ്റിൻ്റെ പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഫ്യൂവൽ ഫിൽറ്ററിനകത്ത് തന്നെ അടിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഫിൽറ്റേഴ്സ് മാത്രം കറക്റ്റായിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്യൂവൽ ടാങ്ക് ഏകദേശം ഒരു 1 lakh കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഷോറൂമിൽ തന്നെ അവരോട് പറഞ്ഞ് ഫ്യൂവൽ ടാങ്ക് ഫുള്ള് ഇറക്കി ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ മിക്കവാറും ചെയ്യുന്നൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിൽ ഫ്യൂവൽ മിക്സ് ചെയ്തടിക്കുന്ന സമയത്ത്, അതായത് അറിയാതെ മാറിപ്പോകുന്ന സമയത്ത്, പെട്രോൾ അടിക്കേണ്ട സ്ഥാനത്ത് ഡീസൽ അടിക്കും, ഡീസൽ അടിക്കേണ്ട സ്ഥാനത്ത് പെട്രോൾ അടിക്കും. അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടായി വരുന്ന സമയത്താണ് ഫുൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നതിൻ്റെ കാര്യം. അല്ലാത്ത പക്ഷേ ഇത് അഴിക്കേണ്ട കാര്യം വരുന്നില്ല.